സാറ് ഒരു കേളക്കർ സിദ്ധരെ കുറിച്ച് പറഞ്ഞു. ഒന്നാമതെന്ന് പറയുന്നത് ഇപ്പം ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന തലത്തിൽ സിദ്ധന്മാരുടെ ഒരു അറിവ് തന്നെ ഇല്ലാണ്ടായി. വ്യക്തികൾക്ക് സിദ്ധന്മാരെ കുറിച്ച് അറിയത്തില്ല. രണ്ടാമത് അതിൽ തന്നെ കേളക്കർ സിദ്ധർ എന്നുള്ളൊരു മഹത് വ്യക്തിയെക്കുറിച്ചും ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പം ഈ രണ്ട് തലങ്ങളെയും സാർ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞു വന്ന പോയിന്റ് കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ ഞാൻ എൻ്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞല്ല, മറിച്ച് ആ തപോഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ കുറേ നിയമങ്ങളുണ്ട്. എന്നുവെച്ചാൽ അത് എഴുതപ്പെട്ട ലിഖിത നിയമങ്ങളൊന്നും അല്ല. നമ്മൾ സ്വയം പാലിക്കേണ്ടത് നമ്മുടെ ഉൾവിളി പോലെ തോന്നും. ആ നിഷ്ഠകളെല്ലാം പാലിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടും കൂടി ആ ഭൂമിയിൽ വരുന്നവർക്ക് അതിൻ്റെതായ ഒരു ആത്മീയ തേജസ് അനുഭവപ്പെടും. അപ്പൊ കേളക്കർ സിദ്ധരെ കുറിച്ച് പറയുമ്പോൾ 18 ശൈവസിദ്ധന്മാരുടെ പട്ടികയിലൂടെ അത് കേൾക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ ശൈവിസത്തിന് സിദ്ധ ശൈവിസവും തമിഴ് ശൈവിസവും കാശ്മീരി ശൈവിസവും ഉണ്ട്. അപ്പൊ ശൈവ മതം അല്ല ശൈവ സമ്പ്രദായങ്ങളെല്ലാം കാശ്മീരിലും തമിഴ്നാട്ടിലും ആയിട്ടാണ്. കാരണം ഈ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന 18 ശൈവസിദ്ധന്മാരുടെ തന്നെ പുനർജന്മങ്ങളൊക്കെ തന്നെയാണ് ഈ കാശ്മീരിൽ ശൈവിസത്തിന്റെ ഭാഗമായിട്ട് നിന്നിരിക്കുന്ന ഓരോ അഭിനവഗുപ്തനും അങ്ങനെയൊക്കെയുള്ളവരുടെ എല്ലാം നോക്കുമ്പോൾ ഒരുപാട് ശൈവസിദ്ധന്മാർക്കൊക്കെ ധാരാളം പുനർജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരകായ പ്രവേശമല്ല പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശൈവ സമ്പ്രദായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ വേദങ്ങളെക്കാൾ പ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേദങ്ങൾക്ക്, കാരണം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം അത് ചെറുതല്ല. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ അന്തസത്തയാണ് ഉപനിഷത്തുകൾ. നമ്മളല്ലാതെ നോക്കുമ്പോൾ ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും, പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉപനിഷത്തുകൾ, വേദാന്തം. വേദാന്തമാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു വലിയ ഗവേഷണത്തിലേക്ക് പോകുമ്പോൾ ശൈവ സമ്പ്രദായങ്ങളിൽ കൂടി വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയോ അതൊരു വശത്തേക്ക് മാറ്റപ്പെട്ടു പോയി. ഒരുപക്ഷെ തമിഴ് ഭാഷയിൽ മാത്രം നിലകൊണ്ടത് കൊണ്ടാണോ, അത് പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ, അഖിലേന്ത്യാ തലത്തിൽ തമിഴ് ഭാഷയ്ക്ക് ഒരു സ്വീകാര്യത ലഭിക്കാതെ പോയത് കൊണ്ടാണോ പിൽക്കാലത്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം തമിഴ് ഗ്രന്ഥങ്ങൾ നമ്മൾ അതിൻ്റെ മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷയും ഒക്കെ എടുത്തു നോക്കുമ്പോഴാണ് അതിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സജീവത എന്ന് പറയുമ്പോൾ ഈ വൈഷ്ണവ പ്രസ്ഥാനങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഈ ഭാഗവതം, രാമായണം ഇവയുടെ വരവ്, ഭാഗവതത്തിൻ്റെ രാമായണത്തിൻ്റെ കുറവുകളല്ല പറഞ്ഞത്, അതിന് മലയാളത്തിലേക്കുള്ള പരിഭാഷകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വിശിഷ്ടാദ്വൈത രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം എന്നൊക്കെ പറയുന്നുണ്ട്. ദ്വൈതം ഈശ്വരനും ഞാനും രണ്ട് എന്നുള്ള സമ്പ്രദായം. സെമിറ്റിക് മതങ്ങൾ ആ വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ദ്വൈതമുണ്ട്, അദ്വൈതമുണ്ട്, വിശിഷ്ടാദ്വൈതമുണ്ട്. അപ്പം വിശിഷ്ടാദ്വൈതത്തിനെ ശുദ്ധ അദ്വൈതം അത്രമാത്രം അംഗീകരിക്കുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെയാണ് വിശിഷ്ടാദ്വൈതവും അദ്വൈതവും തമ്മിൽ മാറുന്നത്. വിശിഷ്ടാദ്വൈതത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ വിശിഷ്ടാദ്വൈതത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുക. അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും അതിന് ഇപ്പൊ അറിയപ്പെടുന്ന രാമാനുജന്റെ പേരില്ല. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ ശ്രീരംഗത്ത് സമാധിയുണ്ട്. ആ ശരീരം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അദ്വൈതത്തിന് സൂക്ഷ്മമായിട്ട് കൃഷ്ണദ്വൈപായനൻ പറഞ്ഞതിന് ശേഷം, വ്യാസൻ പറഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ആചാര്യന്മാർ വന്നിട്ടുണ്ട്. ഒത്തിരി ആചാര്യന്മാരിൽ നമ്മളുടെ വിസ്മൃതിയിലായിട്ടുണ്ട്. അതിൽ പിന്നെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈതത്തിന് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനങ്ങളും ടീക്കയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നതും ബ്രഹ്മസൂത്ര ഭാഷയൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ നമ്മൾ വൈഷ്ണവ പ്രസ്ഥാനങ്ങളിൽ കൂടി ആയിരിക്കാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ല ഇനിയും പറയാൻ പോകുന്ന പോയിന്റ്. കാരണം നശ്വരതാവാദം വന്നിട്ടുണ്ട്. നശ്വരതാവാദം ക്രിയാത്മകതയെ ഭാരതീയയിൽ നിന്ന് മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. ക്രിയാത്മകതയ്ക്ക് വിരുദ്ധതയാണ് നശ്വരതാവാദം. എന്ന് വെച്ചാൽ ഈ ശരീരം നശ്വരം, ഈ കാണപ്പെടുന്നതെല്ലാം നശ്വരം. അതുകൊണ്ട് തന്നെ ആ നശ്വരമായതിനെയൊക്കെ എന്തിനു സംരക്ഷിക്കണം, സൂക്ഷിക്കണം എന്നുള്ളൊരു വിചാരധാര ഇവിടെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഉദ്ദേശം ഒരു 17th സെഞ്ച്വറി, 17ാം നൂറ്റാണ്ട് മുതലായിരിക്കും ഇത്ര ശക്തമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതോ 12ാം നൂറ്റാണ്ടിലാണ് വൈഷ്ണവ പ്രസ്ഥാനങ്ങളുടെ ഒരു എഴുന്നേൽക്കൽ ഉണ്ടായിരിക്കുന്നത്. അത് ഗുജറാത്തിലുണ്ടായി, മഹാരാഷ്ട്രയിൽ കടന്ന് കേരളത്തിലേക്ക് അത് വന്നു.
കാരണം ഇതെല്ലാം നശ്വരമാണല്ലോ, പിന്നെ എന്തിനു ഇതിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധം. അങ്ങനെയാണെങ്കിൽ ആയുർവേദം ഉണ്ടാവുകയില്ലായിരുന്നു, ജ്യോതിഷം ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ മനുഷ്യന്റെ ബാഹ്യ ജീവിതത്തിന് ഉതകുന്നതെല്ലാം ചെയ്തിരിക്കുന്നത് മഹാഋഷികളാണ്. അപ്പൊ ഈ 18 ശൈവസിദ്ധന്മാർ തന്നെ ഇപ്പോൾ ഓരോ ഗ്രന്ഥങ്ങളും എടുത്തു നോക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരേ സമയം ജ്യോതിഷവും വൈദ്യവും യോഗയും എല്ലാം കൂടി ചേർത്താണ് വന്നിരിക്കുന്നത്. പല ഗ്രന്ഥങ്ങളും എടുത്തു നോക്കുമ്പോൾ ഈ ഓരോ സിദ്ധന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളിപ്പോഴ് അഗസ്ത്യനെ കുറിച്ച്, അഗസ്ത്യന്റെ ഗ്രന്ഥങ്ങൾ, അഗസ്ത്യ നാഡി, ജ്യോതിഷ നാഡി മാത്രമല്ല, അതിൻ്റെ ചികിത്സകളുണ്ട്. പിന്നെ സിദ്ധ സമ്പ്രദായത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്.